അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. അങ്ങനെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം വീണ്ടും രാവിലെ ഉച്ച വൈകുന്നേരം എന്നുള്ള ആ ഒരു റുട്ടീനിൽ തന്നെ വന്നു അല്ലേ. അപ്പോൾ ഇന്ന് നാസ്തക്ക് വേണ്ടിയിട്ട് ഒറോട്ടിയും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കിയത്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉച്ചക്കത്തെ ചോറിൻ്റെ കാര്യങ്ങളിലേക്കാണ് പോയത്. അപ്പം നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സൺഡേ ആണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളപ്പോൾ വിചാരിച്ച് എന്തായാലും ഒരു സദ്യ തന്നെ ഉച്ചക്ക് ഉണ്ടാക്കാമെന്ന്. സദ്യ എന്ന് പറയുമ്പം എല്ലാ ഐറ്റംസും ചേർത്തിട്ടുള്ള ചെറിയൊരു മിനി സദ്യയാണ് ഇന്നുണ്ടാക്കിയത്. മിനി സദ്യ എന്ന് പറയുമ്പം ഇവിടെ ഉണ്ടാക്കുന്നത് സാമ്പാറുണ്ടാവും, പച്ചടി ഉണ്ടാവും, അവിയൽ ഉണ്ടാവും, കൂട്ടുകറി ഉണ്ടാവും, പിന്നെ പപ്പടം, അച്ചാർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് പിന്നെ അതുപോലെ ഡിന്നർ പുറത്തുനിന്നായിരുന്നു. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പം വെജിറ്റബിൾസൊക്കെ തലേന്ന് തന്നെ വാങ്ങി. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മുള്ളൻചക്കയാണ്. പഴുത്തിട്ടില്ല, 2-3 ദിവസം കൊണ്ട് പഴുക്കുമായിരിക്കും. അതേപോലെ തന്നെയാണ് മുരിങ്ങയും ഇവിടെ ഉണ്ടായതാണ്. ഈ ഒരു സീസണിൽ ഒരുപാട് മുരിങ്ങക്കായ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടായിട്ട് പലയിടത്തും കൊടുത്തയക്കാറാണ്. കാരണം അവിടെ നോമ്പിന് പകലെന്തായാലും ഉണ്ടാക്കില്ല, രാത്രിയും മുരിങ്ങ വെച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഇന്നലെ പറിച്ചെടുത്തപ്പം കിട്ടിയതാണ് ഇത്രയും. നല്ല തടിയൊക്കെ ഉള്ള മുരിങ്ങക്കായാണ്, പക്ഷേ ഇത് ചള്ളാണ്, അത്ര മൂത്തിട്ടൊന്നുമില്ല. ഉള്ളിൽ നല്ല ഫ്ലഷ് ഉണ്ട്. അപ്പം ഞാനിപ്പം വെജിറ്റബിൾസ് ഓരോന്നായി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പം കോമൺ ആയിട്ട് സാമ്പാറിന്, അവിയലിന്, കൂട്ടുകറിക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പച്ചക്കറികളുണ്ടല്ലോ, ഈ ചേന, പച്ചക്കായ, അതുപോലെ മത്തനൊക്കെ. അപ്പോൾ അതൊക്കെ എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ തരംതിരിച്ച് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓരോന്നിനും പച്ചക്കറികൾ അരിയുന്നതും വ്യത്യാസമാണല്ലോ. സാമ്പാറിൻ്റെ ആ ഒരു കട്ടിങ് സ്റ്റൈലായിരിക്കില്ല അവിയലിന്, കൂട്ടുകറിക്ക് ഒക്കെ മാറ്റമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഓരോന്നും എത്ര പച്ചക്കറികൾ ഓരോന്നിനും വേണമെന്ന് നോക്കിയിട്ട് ഓരോ തരമാക്കി വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ ആദ്യം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറിന് ഞാനിപ്പം പച്ചക്കറികളായിട്ട് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുരിങ്ങക്ക, പിന്നെ അതുപോലെ പച്ചക്കായ, കക്കിരി എടുത്തിട്ടുണ്ട്, ചേന, മത്തൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വഴുതിനയും വെണ്ടയും ലാസ്റ്റ് കടു തൂങ്ങിക്കുന്ന സമയത്താണ് ഇട്ട് കൊടുക്കാറ്. അപ്പം എല്ലാം ഇപ്പോൾ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കഴുകിയെടുക്കണം. എന്നിട്ട് പരിപ്പ് വേവിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് വേവുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ അങ്ങ് വെന്തടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. വറുത്തരക്കാത്തതാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ ഞാനിപ്പം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തുവരപ്പരിപ്പും 1/4 കപ്പ് കടലപ്പരിപ്പും കുറച്ച് സമയം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടതാണ്. ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ പരിപ്പിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 വിസിലിനൊന്നങ്ങ് ആദ്യം വേവിച്ചെടുക്കാം. അതിന് ശേഷം മാത്രമേ ഞാനിപ്പം പച്ചക്കറികൾ അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുള്ളൂ. പരിപ്പ് അവിടെ വേവുന്ന സമയം ഞാനിപ്പം ചെറുപയർ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം ചെറുപയർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറുപയർ ആദ്യം ഒന്ന് നന്നായിട്ടൊന്നങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കളറ് മാറി വരണം. നന്നായിട്ട് മൂത്ത് വരുന്ന സമയം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വറുത്തെടുത്തതിന് ശേഷമാണ് കഴുകേണ്ടത്. നന്നായിട്ട് ഇത് വെള്ളത്തിലിട്ടങ്ങ് കഴുകിയെടുക്കാം. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു 2-2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഈ ഒരു പരിപ്പ് വേവുന്നത് വരെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം സാമ്പാറിനുള്ള പരിപ്പ് 2 വിസിൽ കഴിഞ്ഞപ്പം ഞാൻ ഓഫാക്കിയിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കിയത്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി 1 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ സാമ്പാർ വേവുന്ന സമയത്തേക്കും കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ സാമ്പാർ വറുത്തരച്ച തന്നെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ 2-3 കാശ്മീരി റെഡ് ചില്ലിയാണ്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. ഇത് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്തിട്ടുണ്ട്. ഹോൾ മല്ലിയാണ്, മല്ലിപ്പൊടിയല്ല. അപ്പം ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മുളകും മല്ലിയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉഴുന്ന് പരിപ്പ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണോളം കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കടലപ്പരിപ്പ് നേരത്തെ പരിപ്പ് വേവിക്കുമ്പം ചേർത്തത് കൊണ്ടാണ് ഇപ്പം വറുത്തെടുക്കാത്തത്.
അല്ലാന്നുണ്ടെങ്കിൽ വറുത്തെടുത്തിട്ട് പൊടിച്ചാലും മതി. ഇതൊക്കെ ചേർക്കുന്നത് നല്ലൊരു കൊഴുപ്പ് കിട്ടും നമ്മുടെ സാമ്പാറിന്. അപ്പം നമ്മുടെ ഈ ഒരു മിക്സൊക്കെ നന്നായിട്ട് അങ്ങ് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ പാനിൽ തന്നെ ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. തേങ്ങ ഒരുപാടൊന്നും വേണമെന്നില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ മതിയാകും. ഞാനിപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് ഇതേപോലെ കട്ട കാണുന്നത്. അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അങ്ങ് ഉടഞ്ഞു കിട്ടിക്കോളും. ഇനി ഈ തേങ്ങയിലേക്ക് ഒരു 1/4 മുറി സവാള അരിഞ്ഞതും അതുപോലെ ഒരു 5-6 കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. സവാളക്ക് പകരം ഒരു 3-4 കുഞ്ഞുള്ളി കൂടുതലായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്നങ്ങ് നന്നായിട്ട് മാറി വരുന്നത് വരെ നമുക്ക് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നങ്ങ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തേങ്ങ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് കരിയാനായിട്ട് വെക്കുന്നില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുളകും മല്ലിയും ഉഴുന്നും ഒക്കെ എല്ലാം കൂടെ ഇട്ടിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്കൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയം ഞാനിപ്പം പച്ചടിക്ക് വേണ്ടിയിട്ട് വെള്ളേരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കാനായിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കാം. പച്ചടി ഒരു 3-4 ടൈപ്സ് ഓഫ് പച്ചടീസ് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാം, കാണണേ. അതവിടെ വേവുന്ന സമയം അവിയലിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഇവിടെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചക്കായ, ചേന, മത്തൻ, മുരിങ്ങ, അതുപോലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു പച്ചമാങ്ങ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികളൊക്കെ നീളത്തിൽ നേർമയായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു പച്ചമാങ്ങ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പച്ചമാങ്ങയല്ല, ഉപ്പിലിട്ടിട്ടുള്ള മുഴുവൻ മാങ്ങയും ഉപ്പിലിട്ടിട്ട് വെച്ചതാണ്. അപ്പം നല്ലൊരു പുളിപ്പുണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാം. ഈ സമയത്തേക്കും നമ്മുടെ സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം സാമ്പാറിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് കടുക് തൂയിച്ചിടണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്നങ്ങ് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഈ സാമ്പാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ വറുത്ത് വെച്ചപ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് അരച്ചെടുത്തിട്ട് ആ പേസ്റ്റ് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് നന്നായി മിക്സാക്കിയിട്ട് ഇതൊന്നങ്ങ് നന്നായിട്ട് തിളച്ച് വരണം. ഈ ഒരു തേങ്ങ അരപ്പൊക്കെ എല്ലാത്തിലും അങ്ങ് പിടിച്ച് കിട്ടണം. ഇപ്പം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നങ്ങ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തിട്ട് ഇനി ഇത് കടുക് തൂയിക്കണം. അപ്പോൾ കടുക് തൂയിക്കാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലാണ് കടുക് തൂയിച്ചിടുന്നത്. അതിനായിട്ട് ഒരു വലിയ പാത്രം എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പം കടുകിട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്കയും വഴുതിനങ്ങയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നങ്ങ് റോസ്റ്റായി ഒന്നങ്ങ് വെന്ത് കിട്ടണം. എല്ലാം ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇത് വേവാനായിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്നങ്ങ് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി തുറന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി ഞാനിപ്പം വീട്ടിലുണ്ടാക്കിയതാണ്. സാമ്പാർ പൊടിയുടെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തത്. സാമ്പാർ പൊടി വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിക്കാം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കാം. ഇതിലിപ്പം കാണിക്കാൻ അത്ര സമയം ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ അത്, അപ്പോൾ അതെനിക്ക് മുഴുവനായിട്ട് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല. വേറെ പല വീഡിയോസ് എടുക്കുന്നതിൻ്റെ തിരക്കിലായിപ്പോയി. ഇനി എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സാമ്പാർ കഷ്ണങ്ങളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇത് 1-2 തവണ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള വെണ്ടക്കയും അതുപോലെ വഴുതിനയൊക്കെ നന്നായിട്ട് അങ്ങ് വെന്ത് വന്നോളും. എത്ര നോക്കി വേവിച്ചാലും ലാസ്റ്റ് മുരിങ്ങക്ക എന്തായാലും ഇതുപോലെ തന്നെ ആയിപ്പോവും, ഉടഞ്ഞു പോകും. അങ്ങനെ ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് തിളക്കാൻ വെക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതൊന്ന് തിളക്കാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴേക്കും നന്നായിട്ട് തിളച്ച് വരട്ടെ. അങ്ങനെ സാമ്പാർ ഇപ്പം തിളക്കാനായി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്തേക്കും പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാനിപ്പം ഒരു അരമുറിയിൽ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാം. ആദ്യം അരച്ച് പൊടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് പേസ്റ്റാക്കി അരച്ചെടുക്കാം. പച്ചടി ഒരു 3-4 വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോസിലൊക്കെ ഞാൻ അളവ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്.
അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് കടുക് തൂയിച്ചിട്ട് കൊടുക്കും. ഈ സമയം തന്നെ നമ്മുടെ അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കും തേങ്ങ അരച്ച് ചേർക്കാം. അവിയലിലേക്കും അങ്ങനെ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ അടുത്ത അടുപ്പിൽ നിന്ന് നന്നായിട്ട് അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പേ ഞാനിപ്പം ഒരു 2 ടീസ്പൂണോളം വെല്ലം ചേർത്ത് കൊടുക്കാം. വെല്ലം എന്ന് പറയുന്നത് ശർക്കര. ഞാനിപ്പം ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ശർക്കര തന്നെയാണെങ്കിൽ ഒരു 2 ടീസ്പൂണോളം ഇടിച്ചിട്ടങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇനി ഉണ്ടാക്കേണ്ടത് കൂട്ടുകറിയും പായസമാണ്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകറി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഉള്ളതുകൊണ്ട് ഞാൻ ഇതത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കടല ഒരു 1/4 ഭാഗം വെന്ത് വരുമ്പോൾ പച്ചക്കായും ചേന അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് തേങ്ങ അരച്ച് ചേർത്തിട്ട് പിന്നെ കടുക് തൂയിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉണ്ടാക്കുന്നത് പരിപ്പ് പായസമാണ്. അപ്പോൾ പരിപ്പ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പരിപ്പിപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ കടിക്കാനും കിട്ടുന്നുണ്ട്. അപ്പോൾ അല്ലേ പായസം ഒരു രസം ഉണ്ടാവുള്ളൂ കുടിക്കാൻ. ഞാനിപ്പം കുക്കറിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ശർക്കര ഞാനിപ്പം ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഉരുക്കിയതല്ല, ഞാൻ സാധാരണ അങ്ങനെ ചെയ്ത് വെക്കുന്നതാണ്. ഒരു 1/4 കിലോ ശർക്കര അത് മുങ്ങുന്ന കണക്കിന് വെള്ളം ഒഴിച്ചിട്ടൊന്നങ്ങ് നന്നായിട്ട് പാനിയാക്കിയെടുക്കാം. നന്നായി മെൽറ്റായി വന്ന് പാനിയായി കിട്ടിയാൽ ഇതൊന്ന് അരിച്ചെടുക്കുകയും ചെയ്യണം. എന്നിട്ട് അത് ചൂടാറിയിട്ടൊരു ബോട്ടിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കേടാവുമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കത് എടുക്കാമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ ഇതിലേക്ക് 1.5-2 ഗ്ലാസ്സിനടുത്ത് ശർക്കര പാനി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. മുമ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 2ാം പാൽ ഞാനിപ്പം 1.5 ഗ്ലാസ്സോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. മുമ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ശർക്കര പാനിയും അതുപോലെ 2ാം പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ. ആ ഒരു പായസത്തിൻ്റെ ആ ഒരു പ്രഥമൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2-3 തിള വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് തിളച്ച് വന്നപ്പം ഞാനിതിലേക്ക് 1ാം പാൽ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1ാം പാൽ ഏകദേശം 1 കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. 1ാം പാൽ ചേർത്തിട്ട് പിന്നെ അധികം അങ്ങ് തിളപ്പിക്കണ്ട, ഒന്നങ്ങ് ചൂടാക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ പായസം കുറച്ചൊന്ന് ലൂസായിട്ടാണുള്ളത്. ഇത് ചൂടാറി വരുമ്പോഴേക്കും കുറച്ചൊന്ന് തിക്കാവും. എന്നാലും ഇതിലും ടൈറ്റായിട്ടാണ് പായസം വേണ്ടതെന്നെങ്കിൽ പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിൽ തീരെ വെള്ളമില്ലാതെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള പായസം കിട്ടും. ഇതിലേക്ക് നമുക്കിനി തേങ്ങാക്കൊത്ത് അതുപോലെ കാഷ്യൂ കിസ്മിസൊക്കെ നല്ല നെയ്യിൽ വറുത്തെടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് കുറച്ച് ചുക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് അതുപോലെ പട്ടയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ 2ഉം 1/2 ടീസ്പൂൺ വീതം പൊടികൾ ചേർത്ത് കൊടുക്കാം. പട്ട പൊടിച്ചതും അതുപോലെ ചുക്ക് പൊടിച്ചതും 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പട്ട പൊടിച്ചതില്ലാത്തത് കൊണ്ട് ഈ കാഷ്യൂ ഒക്കെ വറുക്കുന്നതിൻ്റെ നെയ്യിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പ് പ്രഥമൻ അല്ലെങ്കിൽ പരിപ്പ് പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പച്ചടിക്കും കൂട്ടുകറിക്കും കടുക് വറുത്തിടുന്നതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടാട്ടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പം സൺഡേ ഹോളിഡേയുടെ മിനി സദ്യ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് പെട്ടെന്നൊരു സദ്യ ഉണ്ടാക്കാനെന്ന് പറയുമ്പം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണൂർ ക്യാപിറ്റൽ മാളിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഫ്രണ്ട് വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോയത്, ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ലിഫ്റ്റിലേക്ക് ഫുഡ് കോർട്ടിലേക്ക് പോയി. അപ്പോൾ ഫുഡ് കോർട്ടിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷായിരുന്നു, ഫുള്ളായിരുന്നു. അവിടെ സൺഡേ ആണല്ലോ, അപ്പോൾ എല്ലാവരും ഭയങ്കര ആളാണ്. അങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടിയപ്പം അവിടെ പോയിരുന്നു, ഓർഡർ ചെയ്തു. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും ഓർഡർ ചെയ്തു, കഴിച്ചു. ഒരു 11 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പം ഫുഡ് കോർട്ടിൽ എന്നെ കണ്ടവരുണ്ടെങ്കിൽ ഒരു ഹായ് അടിച്ചോളൂ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമുൻസ് കിച്ചൻ. താങ്ക് യു.